സവാള ഉണ്ട്, ഇഞ്ചി ചെറുതാക്കി എരിഞ്ഞതാണ് കേട്ടോ. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ലോണം വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിൽ കുറച്ച് ഞാൻ ഉള്ളിയുടെ തണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ആ ഉള്ളിയുടെ തണ്ട് കാണുന്നത് ഇതിനകത്ത്. പിന്നെ എല്ലാവർക്കും എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? എൻ്റെ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? നിങ്ങളുടെയൊക്കെ വിശേഷം എന്നോട് കമൻറ്റിലൂടെ പറയാം കേട്ടോ. എൻ്റെ നാട് കോഴിക്കോടാണ്. ഞാൻ കല്യാണം കഴിച്ച് വന്നതാണ് മണ്ണാർക്കാട്ടേക്ക്. എനിക്ക് 3 മക്കളുണ്ട്. 3 ആൺമക്കളാണുള്ളത് കേട്ടോ. നന്നായിട്ട് കണ്ടോ ഉള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. 3 മക്കൾ, 2 മക്കളുടെ കല്യാണം കഴിഞ്ഞു. ഇനി ഒരു മകൻ പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ എറണാകുളത്ത്. അതിനുശേഷം ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റുക. എല്ലാവർക്കും എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആ ഓൾ ബട്ടൺ ഒന്ന് അമർത്തണം. എന്നെ വിജയിപ്പിക്കണേ നിങ്ങൾ. മക്കളൊന്നും മറക്കല്ലേ കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾ ആരും തന്നെ മറക്കരുത് കേട്ടോ. എന്നെ മറക്കരുത്. നല്ലതായിട്ട് ഉള്ളി ഞാൻ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വഴന്ന് വരട്ടെ കേട്ടോ. ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നല്ലതായതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് കരിവേപ്പിലയും പച്ചമുളകും ക്യാരറ്റും കൂടി ഞാൻ ക്യാരറ്റും കൂടി ഇട്ട് കേട്ടോ. ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി ഇടുന്നുണ്ട്. എന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമാണ് വെജിറ്റബിൾസ്. ക്യാരറ്റൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ക്യാരറ്റും കൂടി ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ പൊട്ടറ്റോ ഇടാം, ഒക്കെ ഇടാം കേട്ടോ. എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട്. ജലദോഷം പിടിച്ചിട്ട് ചെറുതായിട്ടൊരു ചുമ വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ നോമ്പ് തുറക്കുന്ന നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളല്ലാത്തവരുടെയൊക്കെ? ഞാൻ ഇവിടെ നോമ്പ് ശനിയും ഞായറും മാത്രമാണ് നമ്മൾ പലഹാരം പൊരിക്കുകയുള്ളൂ. എന്തെങ്കിലും വെച്ചാൽ അന്ന് മക്കൾക്ക് ലീവാണ്. അപ്പം അന്നത്തെ ദിവസം മാത്രമേ പൊരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം വെള്ളവും കുടിച്ച് നോമ്പ് തുറക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പത്തിരിയോ ദോശ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് കഴിക്കാറ് കേട്ടോ. അല്ലെങ്കിൽ മീൻ കറി, ചിക്കൻ കറി, അല്ലെങ്കിൽ പരിപ്പ്, അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് ചോറാണ് ഇഷ്ടം. ഞാൻ നോമ്പ് തുറക്കുമ്പോൾ ചോറാണ് കഴിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ചോറിനോട്. എനിക്ക് ചോറും ഒരു മീൻ മുളകിട്ടതും അവിയലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തോരൻ, അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടിയോ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ എനിക്ക് ഭയങ്കര സന്തോഷമാവും. അത് മതി. എനിക്കങ്ങനെ ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, പത്തിരി അതിനോടെല്ലാം ഇഷ്ടം. എനിക്കിഷ്ടം ഇങ്ങനെയൊക്കെയാണുള്ളത്. ഇത് നന്നായിട്ട് വഴലട്ട് കേട്ടോ. നമ്മൾ ഇതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ് വെന്തിട്ടുണ്ട്. അതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ വേവിച്ച ചിക്കനാണ്. കുരുമുളകും ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുണ്ട്. ഈ ചിക്കനാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വേറെ അധികം മസാല ഇടുന്നില്ല. എന്നുവെച്ചാൽ ഇവിടുത്തെ കുട്ടികൾക്ക് ശരിക്കും ഇതിൽ ചിക്കൻ മസാല, മല്ലിപ്പൊടിയൊക്കെ ഇടാം. ഇവിടുത്തെ കുട്ടികൾക്ക് മസാല ഇഷ്ടമല്ല. അങ്ങനെ ബ്ലോട്ടിങ് വരും എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ മസാല യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് മഞ്ഞളും ഉപ്പ്, കുരുമുളക് ഒക്കെ ശകലം ഞാൻ ചിക്കൻ മസാല ഇന്ന് ഇടുന്നുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ചിക്കൻ മസാല ഇടണം നമുക്ക്. പിന്നെ ഇത് കോഴിക്കോട്ടുകാരുടെ ഒരു വിഭവമാണത്. കോഴിക്കോട് എപ്പോഴും പോയാലും പുതിയാപ്പിളമാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിഭവമാണ് ഈ ചട്ടിപ്പത്തിരി, അങ്ങനെ പൊരിച്ച പത്തിരി, അങ്ങനെ കുറേ കടുക്ക നിറച്ചത്, അങ്ങനെ കുറേ ഇതുണ്ട്. പക്ഷേ കോഴിക്കോട് എപ്പോഴും കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞാൽ പലഹാരം ഉണ്ടാക്കുന്നവർ, നന്നായിട്ട് പലഹാരം ഉണ്ടാക്കും. പക്ഷേ വിരുന്നുകാർ ഒരുപാട് സൽക്കരിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് അവർ നന്നായിട്ട്. അപ്പോൾ നമ്മൾ ഇതിട്ടതിന് ശേഷം പിന്നീട് കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം.
കോഴിക്കോട്ടുകാർക്ക് വിരുന്നുകാർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോഴത്തേക്ക് അവർ എല്ലാവിധ വിഭവങ്ങളും ഉണ്ടാക്കും. അപ്പോൾ കോഴിക്കോട് നിങ്ങളൊരു ഓട്ടോയിൽ കയറി നോക്കൂ, എന്ത് നല്ല സ്നേഹമായിരിക്കും എന്നറിയാം അവർക്കൊക്കെ. നമ്മൾ എവിടേക്കെങ്കിലും പോകണമെന്ന് പറഞ്ഞ ആ സ്ഥലത്ത് അവർ കൊണ്ടാക്കി തരും. അത്രക്കും നല്ല സ്നേഹസമ്പന്നരാണ് കോഴിക്കോട്ടുകാർ. സൽക്കാരപ്രിയരുമാണ്, പിന്നെ സ്നേഹസമ്പന്നരുമാണ്. അവിടെ ജാതി മതം ഒന്നുമില്ല, എല്ലാവരും ഓണായാലും നമ്മൾ അവരുടെ വീട്ടിലും, പെരുന്നാളായി അവർ നമ്മുടെ വീട്ടിലും, ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അങ്ങനെയാണ് അവിടെ. എല്ലാവരും ഒരുമിച്ച് ഭയങ്കര സന്തോഷമായിട്ട് ആഘോഷിക്കുന്ന നാടാണ് കോഴിക്കോട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണ്ണാർക്കാട്. എനിക്ക് മണ്ണാർക്കാട് നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ പോകാനേ ഇഷ്ടമല്ല. എൻ്റെ നാട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ പോകും, എൻ്റെ ഉമ്മായൊക്കെ കാണാൻ വേണ്ടി പോകും. അത്രയൊക്കെ 2 ദിവസം നിൽക്കും. പോകുമ്പോൾ ഞാൻ എൻ്റെ സിസ്റ്ററുടെ വീട്ടിലേക്ക് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ അവളെ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് നന്നായിട്ട് ഫിഷ് കറി, ഫിഷ് പൊരിച്ചത്, അതേപോലെ ചട്ടിപ്പത്തിരി എല്ലാം അതെനിക്ക് ഉണ്ടാക്കി തരും അവളെ. അങ്ങനെ ഇപ്പം കണ്ടില്ലേ, ഇപ്പം ഞാനിതിനകത്ത് ചിക്കൻ ഇട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇതിനകത്ത് മല്ലിയില ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉള്ളിയുടെ ഇതും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളിയുടെ ഇല ഉണ്ടാവില്ലേ, അതും ഇട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക്. അപ്പോൾ നോക്കി നോക്കൂ, നല്ലൊരു മസാല കണ്ടോ. മസാല എങ്ങനെയുണ്ട് നിങ്ങൾ പറഞ്ഞ്. നല്ല മസാല ആയിക്കോട്ടെ. അധികം ഇതാണ് നമുക്കിത് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ബ്ലോട്ടിംഗ് ഒന്നും വരില്ല. മസാലയില്ല, ശകലിങ്ങനെ ഒരു സ്പൂണാണ് ഞാൻ ചിക്കൻ മസാല ഇട്ടിരിക്കുന്നത്. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടിൻ്റെ ഫ്ലേവർ ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ടത്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് വാങ്ങി വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ചപ്പാത്തി പരത്തിയിട്ട് ചപ്പാത്തി ഇടുകയാണ് കേട്ടോ. ചപ്പാത്തി ഒന്ന് മെല്ലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുട്ടെടുത്താൽ മതി, അധികം ഇതാവരുത് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് ഇതായാൽ മതി. ഇതുണ്ടോ, ഇങ്ങനെ മതി. ഞാനിത് ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്, ഞാൻ മൈദയിലല്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇടുക, എടുക്കുക, വേഗം എടുക്കണം കേട്ടോ. ഇത് അടച്ച് വെക്കണേ, ഇങ്ങനെ അല്ലെങ്കിൽ അതിങ്ങനെ വടി സ്റ്റിക്ക് പോലെ ആയിപ്പോകും. അടുത്ത ചപ്പാത്തി ഇടുന്നു. ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കിച്ചിടുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എടുത്താൽ മതി. എന്നുവെച്ചാൽ വേവാൻ പാടില്ല. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇതാക്കിയിടാം. ഇത് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. ഒന്ന് ചട്ടിനകത്ത് ശകല നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു ചപ്പാത്തി എടുത്ത് ഇതിലേക്ക് വെക്കുക. ആദ്യം ഒരു ചപ്പാത്തി അടിയിൽ വെക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലൊന്നും കൂടി വെച്ചിട്ട് അഥവാ കരിഞ്ഞ് പോവുകയാണെങ്കിൽ ആ താഴത്തെ ലെയർ ഇതായിക്കോളും. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ വെച്ചത് കേട്ടോ. എന്നിട്ട് രണ്ടാമത്തത് വെച്ച് നല്ലോണം സെറ്റാക്കിയതിന് ശേഷം നമ്മളെടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇടണം കേട്ടോ. ഇടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണേ, ഇങ്ങനെ നന്നായിട്ട്. അറ്റം കടിക്കുമ്പോൾ ഇല്ലാതാകരുത്. അപ്പം അതിനാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും വയ്ക്കുക. അങ്ങനെ ലെയറായിട്ട് വെച്ച് കൊടുക്കും. കണ്ടല്ലേ, ഇതൊന്ന് മെല്ലെ ഇങ്ങനെ അമർത്തി കൊടുക്കണം. പിന്നെ ഇട്ട് കൊടുക്കുക. ഞാൻ കുറേ ദിവസമായി മക്കൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സമയം കിട്ടാറില്ല. അപ്പോൾ ശനി ഞായറേ പറ്റുള്ളൂ ഉണ്ടാക്കി കൊടുക്കാൻ.